അച്ഛൻ ഫോണിലൂടെ വളരെ പതിയ സ്വരത്തിൽ പറഞ്ഞു, ഈ വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. പെട്ടെന്ന് മോള് ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ട് പറഞ്ഞു, അവനെ കണ്ടാലും അറിയാം അവനൊരു കാട്ടുകോഴിയാണ്, ഉറപ്പായി ഈ വിവാഹം നടക്കില്ല. ഫോണിൻ്റെ അപ്പുറത്തെ തലക്കിലുള്ള കൗൺസിലർ ഞെട്ടിത്തരിച്ചു പോയി. അതെ, മാച്ച് മേക്കിംഗ് സ്റ്റോറിയിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് 16 പെൺകുട്ടികൾ കാരണം വിവാഹം മുടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. കേൾക്കുമ്പോൾ അയ്യേ അല്ലെങ്കിൽ ഇതെന്ത് എന്ന് തോന്നുന്ന, എന്നാൽ റിയൽ ലൈഫിൽ നടന്നതുമായൊരു സംഭവം. മാച്ച് മേക്കിംഗ് സ്റ്റോറിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനീത്, മാച്ച് മേക്കിംഗ് കൺസൾട്ടൻ്റാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കൊരു പ്രൊപ്പോസൽ വരികയുണ്ടായി. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ, നായർ കാസ്റ്റിലുള്ളതാണ്. അദ്ദേഹത്തിന് അച്ഛൻ, അമ്മ, സഹോദരി, ഇത്രയും ആൾക്കാരാണ് അവരുടെ കുടുംബത്തിലുള്ളത്. ഫാമിലിപരമായിട്ടും ഫിനാൻഷ്യൽ പരമായിട്ട് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അദ്ദേഹത്തിന് നല്ല ശമ്പളമുണ്ട്. അങ്ങനെ ഇവരുടെ 26ാമത്തെ വയസ്സ് മുതൽ വിവാഹാലോചന നോക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, പല കാരണങ്ങൾ കൊണ്ടും ഇത് മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് നമ്മുടെ സർവീസിനെ കുറിച്ച് അവർ അറിയുന്നതും നമ്മുടെ സർവീസിലേക്ക് അവർ വരുന്നു. അങ്ങനെ നമ്മൾ ഇവരുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്തു. പ്രത്യേകിച്ച് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തോന്നിയില്ല. അതിൽ നടക്കേണ്ടതാണ്, എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നൊരു ചോദ്യം നമ്മളും വന്നു. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിച്ചു. കുഴപ്പമൊന്നുമില്ല. ഫാമിലി, അവരുടെ അച്ഛൻ്റെ ഫാമിലിയെക്കുറിച്ചും അമ്മയുടെ ഫാമിലിനെക്കുറിച്ചും അറിഞ്ഞു. എല്ലാവരും വെൽ സെറ്റിൽഡ് ആണ്. പിന്നെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെ വന്നു. അത് നമ്മൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മൾ എന്തായാലും ഒന്ന് ഡീറ്റെയിൽസ് നോക്കട്ടെ, നോക്കിയതിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരെ തിരിച്ചയക്കുകയുണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഇവരുടെ പ്രൊഫൈൽ റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് 1-2 പ്രൊപ്പോസലിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ ആദ്യത്തെ ഒരു പ്രൊപ്പോസൽ പോയി, അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം, ഇങ്ങനെ സംസാരിച്ചതിന് കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്കൊരു ഗ്രൂം ബ്രൈഡ് മീറ്റിംഗ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു ഗ്രൂം ബ്രൈഡ് മീറ്റിംഗ് നടക്കുകയും രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് അതൊരു റിജക്ഷൻ എന്നൊരു ലെവലിലേക്ക് പോയി. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ജാതകത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അങ്ങനെയാണ്, അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ വെച്ചത്. കാരണം രണ്ടുപേരും, ചെറുക്കനും പെൺകുട്ടിക്കും പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഓക്കെ, അത് കുഴപ്പമില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രൊപ്പോസലിലേക്ക് പോകാമെന്ന് ചെറുക്കൻ്റെ വീട്ടുകാരുടെ അടുത്ത് അറിയിക്കുകയും അങ്ങനെ നെക്സ്റ്റ് ഒരു പ്രൊപ്പോസൽ എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു പ്രൊപ്പോസൽ എടുക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ചെറുക്കൻ്റെ വീട്ടുകാർക്കും ഇവരുടെ സാഹചര്യങ്ങൾ കൊണ്ടെല്ലാം ഓക്കെ ആകുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്രൈഡ് ഗ്രൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ പെൺകുട്ടിയും ചെറുക്കനും, ചെറുക്കൻ്റെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും പരസ്പരം കാണുകയും അവർ സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കോൾ എടുത്തിട്ട് ഒരു ഒഴിവാക്കുന്ന രീതിയിലുള്ള സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ മാച്ച് മേക്കറിന് മനസ്സിലായി, ഇതിലെന്തോ, ഈ പ്രൊഫൈലിൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ, ഉറപ്പായിട്ടും നമ്മുടെ ഈ ചെറുക്കൻ്റെ വീട്ടുകാരുമായിട്ട് നമുക്ക് എന്തായാലും ഒന്ന് സംസാരിക്കണം. അത് പ്രകാരം നമ്മുടെ പാനൽ തീരുമാനിച്ച പ്രകാരം നമ്മളൊരു ഗൂഗിൾ മീറ്റ് അവരുമായിട്ട് അറേഞ്ച് ചെയ്തു. അച്ഛനും അമ്മയും മകനും ഇവരുടെ നേരെ സഹോദരിയും കൂടി ഒരു ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്തു. നമ്മൾ അവരുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച സമയത്താണ് നമുക്ക് മനസ്സിലായത്, അച്ഛൻ്റെ ഫാമിലിയിലും അമ്മയുടെ ഫാമിലിയിലും 16 പെൺമക്കളാണുള്ളത്, പെൺകുട്ടികളാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഏകദേശം സമപ്രായമുള്ള 16 പെൺകുട്ടികളാണുള്ളത്. ഈ 16 പെൺകുട്ടികൾക്കും ഒറ്റ ഒരു ആങ്ങളെയാണ് ഈ പറയുന്ന ചെറുക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളുടെ കൂടെ നിന്നുള്ള പലതരത്തിലുള്ള ഫോട്ടോസ് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഉണ്ട്. കാരണം നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വേറെ ആണുങ്ങളുടെ കൂടെ നിന്നുള്ള എടുക്കുന്ന ഫോട്ടോകൾക്ക് വളരെ കുറവാണ്. കാരണം ഇദ്ദേഹത്തിനുള്ളത് കൂടുതലും പെൺകുട്ടികളാണ്, അതായത് ഇദ്ദേഹത്തിൻ്റെ സഹോദരിമാരാണുള്ളത്. അപ്പോൾ 16 പെൺകുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ പോസ്റ്റുകളിൽ ഫുള്ള് ഈ പെൺകുട്ടികളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസും പല പല കാര്യങ്ങളും, അങ്ങനെയുള്ള ഫങ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ഫോട്ടോസും വീഡിയോസും മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ചിത്രങ്ങളിലും എല്ലാം ഉള്ളത്.
അപ്പം ഇത് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഇദ്ദേഹം എന്തോ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഗേൾ ഫ്രണ്ട്സാണ് കൂടുതലുള്ളത്, അങ്ങനെയുള്ളൊരു ചിന്തയാണ് പെട്ടെന്ന് തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ 2 പ്രൊപ്പോസലും മുടങ്ങിപ്പോയെന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതിനുശേഷം നമ്മൾ മൂന്നാമതൊരു പ്രൊപ്പോസൽ എടുക്കുകയും ഈ ഒരു പെൺകുട്ടീനെ സംസാരിക്കുകയും പെൺകുട്ടിയുടെ കാര്യങ്ങൾ, ചെറുക്കൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പരസ്പരം തുറന്ന് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു പ്രൊപ്പോസൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പെൺകുട്ടിയുടെ അച്ഛൻ വിളിച്ച് നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത്. അതായത് ഈ വിവാഹം നടക്കില്ല. പെട്ടെന്ന് പെൺകുട്ടി ഫോൺ പിടിച്ചു വാങ്ങിച്ചു പറഞ്ഞാൽ അവനെ കണ്ടാൽ തന്നെ അറിയാം ഇവനൊരു കാട്ടുകോഴിയാണെന്നുള്ളത്. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. എന്നിട്ട് കൗൺസിലർ നമ്മുടെ അടുത്ത് ഫോൺ കൊണ്ടുവന്നു. സാർ ഇതൊന്ന് സംസാരിക്കണം, ഇവരിങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമുക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ പറഞ്ഞു, നിങ്ങളൊരു ഗൂഗിൾ മീറ്റിലേക്കൊന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്തായാലും വരാം എന്ന് പറയുകയും അവർ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ അവരുടെ പ്രൊഫൈൽ എടുത്ത് കാണിച്ചു കൊടുത്തു. ഈ ഒരൊറ്റ സഹോദരനാണ്, 16 പെൺകുട്ടികൾക്ക് ഒറ്റ സഹോദരനാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളത് തെറ്റിദ്ധരിക്കപ്പെട്ടത്. വേറൊരു പ്രശ്നവുമില്ല. അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരുമായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. ഫാമിലി എന്ന് പറഞ്ഞ് ചത്ത് കളയുന്നൊരു മനുഷ്യനാണെന്ന് നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് കേട്ടപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം നല്ലൊരു പ്രൊപ്പോസലാണ്. ചെറുക്കൻ്റെ ജോബ് ഓക്കെയാണ്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഓക്കെയാണ്, അവർ വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരേ സ്വഭാവമുള്ള ജോബിലാണ്. അപ്പോൾ 2 പേർക്കും പരസ്പരം സംസാരിക്കുക അല്ലെങ്കിൽ പരസ്പരം സംസാരിച്ചതിന് ശേഷം 2 പേർക്കും ഒത്തുപോകാൻ പറ്റുന്ന ഒരു പ്രൊപ്പോസലാണെന്ന് 2 പേർക്കും പൂർണ്ണ ബോധ്യമുണ്ടെന്ന് ഉള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉപേക്ഷിക്കുക, ഇത് മാറിപ്പോകുക എന്ന് പറയുന്നത് 2 പേരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയും ഓപ്പണായിട്ട് സംസാരിക്കുകയും ഇതാണ് സംഭവിച്ചതെന്നുള്ളത് ആ ഒരു ചെറിയ തെറ്റിദ്ധാരണ മാറ്റുകയും ചെയ്തപ്പോൾ തന്നെ അവിടെ വലിയൊരു സന്തോഷം ഉണ്ടാകുകയും അതിലൂടെ തന്നെ അവർക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവരുടെ പ്രൊപ്പോസൽ വന്ന് ഒരു എൻഗേജ്മെൻറ്റിലേക്ക് എത്തുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞിട്ടില്ല, ഇനി വരുന്നതേ ഉള്ളൂ. ഒരു എൻഗേജ്മെൻറ്റിലേക്ക് എത്തുകയും ചെയ്തു. അതായത് ഞാനിപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ചെറിയൊരു തെറ്റിദ്ധാരണ മൂലം ശരിക്കും നമുക്ക് വേണ്ടി വരുന്ന അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായി വരുന്ന ഒരു പ്രൊപ്പോസലിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. അത് തുറന്ന് സംസാരിച്ചാൽ മാറുന്ന, വളരെ ഈസിയായി മാറിപ്പോകുന്ന ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ വിവാഹം ആലോചിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതോ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന കൗൺസിലറുമായിട്ടോ ആരുമായിട്ടാണെങ്കിലും തുറന്ന് സംസാരിക്കുക. അല്ലെങ്കിൽ ജാതകത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് ഉഴപ്പി വിടാതെ അതിനെ മുറക്കെ പിടിച്ച് എന്തുകൊണ്ടാണത് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയെടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു പ്രൊപ്പോസൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയെ അതിലൂടെ ലഭിക്കുന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. 16 പെൺകുട്ടിയെ വിവാഹം മുടക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാച്ച് മേക്കിംഗ് സ്റ്റോറി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു സ്റ്റോറിയുമായി അടുത്ത അധ്യായത്തിൽ കാണാം. ഗുഡ് ബൈ.